പിന്നെ ഈ സിനിമ ഇങ്ങനത്തെ ചെറിയ സിനിമകൾ പേഴ്സണലി എനിക്ക് വിജയിക്കണം എന്നാണ് താല്പര്യം. എന്നാലേ നമുക്ക് പുതിയ പിള്ളേരെയും ടാലന്റിനെ ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം വടക്ക് നോക്കിയത്ര ഈ 2025 കോമഡി കേൾക്കും, അത്രേ ഉള്ളൂ. മറ്റൊരു ധ്യാൻ വെള്ളിയാഴ്ച പടമായിട്ട് മാത്രം കൺസിഡർ ചെയ്യാൻ മതി എന്നാണ് എന്റെ ഒരു പേഴ്സണൽ. ധ്യാനാണ് ജാരൻ. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ലൈവായിട്ട് എന്റെ പകുതി വീശാൻ മൂപ്പര് ഒരേപോലെ ഉണ്ടല്ലേ അനൂപ് മേനോൻ. ലുക്ക് വൈസ് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ ഈ പറഞ്ഞ വളരെ കറക്റ്റാ. പുള്ളി അന്നും ഇന്നും ഒരേപോലെയാണ് അഭിനയിക്കുന്നത്, അതാണ് പ്രശ്നം. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് രവീന്ദ്ര നീ ഇവിടെ എന്നുള്ള അനൂപ് മേനോന്റെ പുതിയ സിനിമയുടെ ഒഫീഷ്യൽ ടീസറാണ്. വാർത്തകൾ വായിക്കുന്നത് അഖിൽ കുട്ടായി. എടാ, നമ്മൾ ആണുങ്ങളെ മനസ്സ് തീരത്തെ കടല് പോലെയാണ്. കുറെ ഒച്ചപ്പാടും പതയും തിരമാലകളെല്ലാം ഉണ്ടാകും. രവി എന്താണ് ക്യാരക്ടർ വൈസ് രവി പെർഫെക്റ്റാ. പിന്നെ അയാളുടെ രീതികൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ടെന്ന് മാത്രം. നിന്റെ കഴുത്തിലെന്തോരും നഖമൊക്കെ ഉണ്ടോ ഒരു പാട്? അടുക്കളയിൽ ഒരു 5 ദിവസം പണിയെടുത്തു നോക്ക്, അപ്പം മനസ്സിലാവും. അടുക്കളയിൽ ജോലി ചെയ്താ കഴുത്തിനകത്ത് പാട് വരും. ഷടോ, ഇതെന്തൊരു പാട്? പക്ഷെ പെണ്ണുങ്ങളെ മനസ്സ് അങ്ങനല്ല. ഉൾക്കടലാണ് ഉൾക്കടൽ. പുറമേ നോക്കുമ്പോൾ ശാന്തം സുന്ദരം, പക്ഷെ അകത്തെന്തൊക്കെയാണ്? രവിയേട്ടന് ഒരു 9 മണി കഴിഞ്ഞേ പോവും. അത് കഴിഞ്ഞ് വന്നാൽ മതി. നിനക്കറിയാലോ എന്റെ സിറ്റുവേഷൻ. ഞാൻ റെഡിയായി നിൽക്കാം. താഴെ തിട്ട് വിളിക്കും കേട്ടോ. ഞങ്ങൾ പോവാത്ത ബീച്ചില്ല, പാർക്കില്ല, അവിടെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കൂല. എല്ലാം കൂടി ആകെ ഒരു രസമുണ്ടല്ലോ. അപ്പ രവി എന്തോ ഇല്ല, വടക്ക് നോക്കിയത്ര ഈ 2025 കോമഡി കേൾക്കും, അത്രേ ഉള്ളൂ. ഒറ്റ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് എന്റെ പകുതി വീശാൻ ചലഞ്ചാതിനുമേ. മറ്റൊരു ധ്യാൻ ചിത്രം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രൊഡ്യൂസർ അതിലേക്ക് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ നന്നാവണമെന്നുള്ള ഒരു വിചാരവും പ്രൊഡ്യൂസർക്ക് ഉണ്ടാവില്ല. ആരാ അതില് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ തന്നെയാണ്. പ്രൊഡ്യൂസർ ഷീല അബ്രഹാമിന്റെ ഹസ്ബൻഡ്. ഷീലുബ്രഹാമല്ലേ പ്രൊഡ്യൂസർ? അവര് ആക്ട്രസ് അല്ലേ ഓൾറെഡി, അവരെന്നല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് കുറെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത പടം ഉണ്ടല്ലോ, അത് അവരല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. OTT-യിലതേ സംഭവിക്കട്ടെ വിചാരം. നമുക്ക് പോസിറ്റീവായിട്ടും ചിന്തിക്കണ്ട, നെഗറ്റീവായിട്ടോട്ടെ. ISRO സയന്റിസ്റ്റ് ആയ രവീന്ദ്രൻ റോക്കറ്റ് വിട്ട് തളർവാദം പിടിച്ചിരിക്കുമ്പോ കാമുകം വരുന്നു, പിന്നെ ഭാര്യ ഡൗട്ടാവുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികം. ഒരു നന്മ ക്ലൈമാക്സും. അതെ, മറ്റൊരു ധ്യാൻ വെള്ളിയാഴ്ച പടമായിട്ട് മാത്രം കൺസിഡർ ചെയ്യാൻ മതി എന്നാണ് എന്റെ ഒരു പേഴ്സണൽ. അധികം ഇല്ലാന്ന് തോന്നുന്നല്ലേ? വളരെ ധ്യാനാണ് ജാരൻ. മൂപ്പര് ഒരേപോലെ ഉണ്ടല്ലേ അനൂപ് മേനോൻ. ലുക്ക് വൈസ് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ, ഈ പറഞ്ഞ വളരെ കറക്റ്റാ. പുള്ളി അന്നും ഇന്നും ഒരേപോലെയാണ് അഭിനയിക്കുന്നത്, അതാണ് പ്രശ്നം. പുള്ളിക്ക് ഒരു മാറ്റമില്ല, അതേപോലെ തന്നെ അഭിനയിച്ച് എല്ലാ സിനിമയിലും അനൂപനായിട്ട് തന്നെയാ പുള്ളി ക്യാരക്ടറിൽ ഉണ്ടാവുക. ക്യാരക്ടർ ആവില്ല, അതാണ് പ്രശ്നം. ആൾക്ക് എഴുതിയാൽ മാത്രം മതി എനിക്ക് തോന്നുന്നു. അഭിനയിക്കാൻ ആലോചിച്ചിട്ട് ചെറുതായി മോഹൻലാൽ നോക്കുന്നുണ്ടോ? ചെറുതായിട്ടല്ല, വലുതായിട്ട്. പുള്ളിയുടെ പക്ഷെ ഫസ്റ്റ് പടത്തില് പിന്നെ എനിക്ക് തോന്നുന്നു തിരക്കഥയ്ക്ക് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തിരക്കഥ മറ്റേ രഞ്ജിത്തിന്റെ പടമല്ല, അതിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുള്ളി പിന്നെ പാറ്റേൺ മാറ്റുന്നില്ല, ഒരേ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളിയുടെ. എനിക്ക് ആരുമായിട്ടാ തോന്നുന്നറിയോ? ഐ മീൻ ടാലന്റ് വൈസ് അല്ല ഞാൻ പറയുന്നത്. നമുക്ക് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകളിൽ ബാലചന്ദ്ര മേനോൻ ഒരുവിധ എല്ലാ സിനിമകളിലും ഒരു പ്രത്യേക തരം റോള് ചെയ്യായിരുന്നു. പക്ഷെ ഭയങ്കര അത് ടാലന്റഡും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു മൂപ്പർക്ക്. ഒരു ഭയങ്കര ഒരു വെൽ ലുക്കിൽ വന്ന് എല്ലാ സിനിമയിലും ഒരു അതേപോലെ സെയിം ടെംപ്ലേറ്റ് ഉള്ള പോലെ തോന്നുക. ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഡിഫറെന്റ് ട്രാൻസ്ഫോർമേറ്റീവ് റോളൊന്നും ഈ അടുത്ത കാലത്തൊന്നും അനുഷ്ഠാനത്തിന്റെ അടുത്ത് വന്നില്ല. പുള്ളി അങ്ങനെ ഒരു പിന്നെ ഇതില്ലേ, ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ മുന്തിരിവള്ളി തെളിർക്കും എന്ന് പറഞ്ഞ സിനിമ അല്ലേ, അതില് പുള്ളി ചെയ്ത ക്യാരക്ടർ കുറച്ച് രസമായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. എനിക്ക് പേഴ്സണലി അതെ പുള്ളി ചെയ്തതിൽ ഈ അടുത്ത് കുറെ കാലത്ത് ചെയ്തതിൽ വെച്ചിട്ട് ഒരു രസം തോന്നിയ ക്യാരക്ടർ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരേ ടെംപ്ലേറ്റ് പോലെ. പുള്ളി ഒരു ഉപദേശിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോള് മാറി പുള്ളി. പിന്നെ മറ്റേ അതെ അതെ
ഇവന്റെ നിവിൻ പോളിന്റെ സിനിമ ക്രിക്കറ്റിന്റെ അതിലും കുറച്ച് കോച്ചായിട്ട്. അതെ. എടാ മറ്റേ ഈ ബ്യൂട്ടിഫുൾ സിനിമ കണ്ട് അത് ടോപ്പ് പടം. അത് അത് എഴുതിയതും പുള്ളിയാന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുളും ട്രിവാൻഡ്രം ലോഡ്ജും ഒക്കെ വേറെ. ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, അങ്ങനെ കുറെ പുള്ളി തന്നെ എഴുതി കുറെ. മുമ്പല്ല ഒരുപാട് ആദ്യത്തെ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ ഞാൻ ഭയങ്കരമായിട്ട് അനുകൂലിക്കുന്നു. കാരണം അന്നത്തെ ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ പോലെ തന്നെ പുള്ളി എല്ലാ കാര്യവും ചെയ്യും. ഈ പറഞ്ഞ പോലെ എഴുത്ത്, ആക്ടിങ്, ഡാൻസ് എല്ലാ പരിപാടിയും ചെയ്യും. പിന്നെ അതിനകത്തുള്ള സെയിം ടെംപ്ലേറ്റിലാണ് മൂപ്പരെ പടങ്ങളെല്ലാം വന്നിരുന്നത് കുറെ സമയങ്ങളിൽ. സീരിയല് അങ്ങനെ വന്ന അതിന് ആള് LLB റാങ്ക് ഹോൾഡറാണ്. പുള്ളിക്ക് ഭയങ്കര നല്ല വിവരമൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഭയങ്കര വൊക്കാബുലറി. ശശി തരൂറിനെ പോലെ പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെയാണ്. അല്ല LLB ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. അത് മാത്രമല്ല ജഗതി ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുന്ന സാധനം കൈരളിയിലൊക്കെ ഇപ്പൊ എടുത്ത് നോക്കിയാൽ കാണാൻ ഭയങ്കര നൈസ്. ഈ അനൂപ് മേനോനും പിന്നെ ഈ പാർവതി, മാലാ പാർവതി ഇല്ലേ, ഇവർ രണ്ടുപേരായിരുന്നു ആ സമയത്ത് കൈരളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ സിനിമ ഇങ്ങനത്തെ ചെറിയ സിനിമകള് പേഴ്സണലി എനിക്ക് വിജയിക്കണം എന്നാ താല്പര്യം. എന്നാലേ നമുക്ക് പുതിയ പിള്ളേരെയും ടാലന്റിനെയും ഒക്കെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം ഒരിക്കലും ബിഗ് ബഡ്ജറ്റിലേക്ക് ടക്കുന്ന എക്സ്പോഷർ കിട്ടില്ല. ഇങ്ങനത്തെ ഈ ചെറിയ സിനിമ ഇത് ഉണ്ടാക്കുന്നവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതൊന്ന് ജയിക്കാൻ വേണ്ടി ഒത്തിരി അധികം ഒന്നും മെനക്കെടണം. ഒന്ന് നന്നാക്കിയാൽ പടം ക്ലച്ചാവും. പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സ്റ്റാർ കാസ്റ്റ് സിനിമയിൽ ഒരിക്കലും അവസരം കിട്ടില്ല. കാരണം അവസരം കിട്ടില്ല എന്ന് വെച്ചാൽ അയാള് അതായത് ഏതെങ്കിലും രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഓക്കെ, പുതിയ ഒരു ഫേസ് ആവുമ്പോ ഇപ്പൊ അതിന്റെ ഒരു കമേഴ്ഷ്യൽ സക്സസും കൂടി നോക്കിയിട്ട് അതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അതും സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പിച്ച് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യത്തെ പറഞ്ഞല്ലേ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സിനിമകളാവും ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും. അപ്പൊ അവരിത് കാണുന്നത് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത് ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാവുന്നതും. നമുക്ക് സ്വന്തം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. നമ്മളിതിന് വേണ്ടി പോയി നോക്കുമ്പോ അത് അനുഭവത്തിനല്ലേ ഇത് പറയാ. അല്ലടാ, ഞാനേ നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു ഓൾ ദ ബെസ്റ്റും ഇത് സക്സസ് ആവട്ടെ എന്ന് ഒരു തീർച്ചയായിട്ടും നമ്മള് സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയിലേക്ക് എത്തിപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു മറ്റാളുകളാണെങ്കിൽ നമ്മള് എല്ലാ സിനിമകളെയും അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണാൻ സാധിക്കണം. കാരണം കുറെ പേരുടെ അധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ടും അതിന്റെ റിയാലിറ്റിയും കണ്ട് വിലയിരുത്തുന്നതിനൊന്നും ഒരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതെല്ലാവരും കാരണം എന്താണെന്നറിയോ, നമ്മളെ ഓഡിയൻസിനെ നമ്മൾ പറയല്ലേ ടേക്കിംഗ് ഓഡിയൻസ് ഫോർ ഗ്രാൻറ്റഡ്, അങ്ങനെ നമ്മൾ എടുത്തു കളയരുത്. നമ്മൾ വരുന്നതും നമ്മുടെ ടൈമിനും നമ്മുടെ പൈസക്കും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എടാ പിന്നെ ഈ അടുത്ത് ഒരു സിനിമേനെ സംബന്ധിച്ച ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഇവർക്ക് തിയേറ്റർ ബിസിനസ് നടക്കാത്തൊരു പ്രശ്നം വന്ന സമയത്ത് ഇവർ അതിന്റെ ഒരു OTT പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടിക്കറ്റ് സെല് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. കാരണം അങ്ങനത്തെ ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അതിനുവേണ്ടി എത്ര എഫേർട്ട് ഇട്ടു എന്ന് പറയുന്നതൊന്നും ചില്ലറ കാര്യമൊന്നും. 19 രൂപയായിട്ടുള്ള ഒരു ടിക്കറ്റിന് അത് എന്തായാലും നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ പടത്തിന്റെ ആ വീഡിയോ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ സിനിമയെ കുറിച്ച് എന്തായാലും നമ്മൾ കണ്ടിട്ട് ഡിസ്കസ് ചെയ്യണം. അതൊരു പ്രോത്സാഹനമാവും എല്ലാവർക്കും. അത് പറഞ്ഞപ്പോഴാ ഈ പടം എന്തായാലും തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കാല്ലേ. എന്തായാലും ഒരു പ്രതീക്ഷയില്ലാതെ ഒന്ന് പോയി കണ്ടു നോക്കാം. ബാക്കി കണ്ടിട്ട് നമുക്കൊരു വീഡിയോ വെക്കാൻ വേണമെങ്കിൽ. തീർച്ചയായിട്ടും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോ നമുക്ക് അത് കാണുന്ന വ്യക്തികൾക്ക് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലാന്നും പറയാനുള്ള തീർച്ചയായിട്ടുള്ള ഫ്രീഡം ഇവിടെ ഉണ്ട്. കാരണം അവരുടെ ടൈം, അവരുടെ മണി, അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പറയാൻ അഭിപ്രായം ഉണ്ടെന്നുള്ള കാര്യത്തെ നമുക്ക് തീർച്ചയായിട്ടും അനുകൂലിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതോടൊപ്പം ഈ ഇതുപോലുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. കുറെ പേരുടെ കഷ്ടപ്പാടാണ്. അപ്പോ അത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുമ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ വലിയ നെഗറ്റീവ് റിവ്യൂസ് നേരെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ എഫോർട്ടിന്റെ ഫലം ചിലപ്പോൾ കിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ രണ്ട് സൈഡും ഒരുപോലെ ഈക്വൽ ആണ്. അതിൽ നമുക്ക് ആരെയും കൂടുതലായിട്ടും ആരെയും കുറവായിട്ടും നമുക്ക് ഒരു വിഷയം പറയാൻ പറ്റുന്നല്ല ഏതൊരു സിനിമ വരികയാണെങ്കിലും. അപ്പോ നമുക്ക് കാണാൻ പറ്റുന്നവർ കാണാൻ അവരുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ പറയാം, നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനെയും പറയാം എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു ആസ് എ വ്യൂവർ അല്ലെങ്കിൽ ഒരു സിനിമ എന്തൂസിയാസ്റ്റിക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സിനിമ കാണാൻ കണ്ടിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം തോന്നുകയാണെങ്കിൽ അങ്ങനെ, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ എന്തായാലും സിനിമ ഇറങ്ങട്ടെ. ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ നമ്മള് അത് വിജയിക്കണം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ചെറിയ സിനിമയിലാണ് പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ന്യൂ കമേഴ്സിനോട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സീൻ തന്നെ വേണം, ഇങ്ങനെ ഒരു ഷോട്ട് വേണം,
അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇങ്ങനത്തെ ചേഞ്ചസ് വേണമെന്ന് പറഞ്ഞിട്ട് പ്രഷർ ഇട്ടിട്ട് അവർക്ക് വേണ്ട പോലെ റിസോഴ്സസ് ഉണ്ടാവുമില്ല, പക്ഷെ ക്വാളിറ്റിയിൽ അപ്സ്കെയിൽ ചെയ്യാനും പറയും. അപ്സ്കെയില് ചിലപ്പോ അത് ഡൗൺ ആയിരിക്കും അവർ പറയുന്ന ഐഡിയ. ബട്ട് പുതിയ വന്നവർക്ക് അതൊന്നും അവര് എന്താ കാരണം അവർക്ക് എഗെയിൻസ്റ്റ് നോ പറയാനും പറ്റില്ല, കാരണം അവസരം കൊടുക്കുന്നതുകൊണ്ട്. അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്ന ഫൈനൽ പ്രോഡക്റ്റ് പൊട്ടുമ്പോ അതിന്റെ ചീത്തപ്പേരും ഈ ടെക്നീഷ്യൻസിന് മുകളിലായിരിക്കും. അതെ, ആരും പറയാൻ പോകുന്നില്ല ഈ സജഷൻ ആരാണ് തന്നത്, ഇതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇങ്ങനത്തെ ചെറിയ സിനിമ എസ്പെഷ്യലി പുതിയ ടെക്നീഷ്യൻസ് ഉണ്ടായിട്ട് എടുക്കുന്ന സിനിമയിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് അവരുടേതായിട്ട് ഫ്രീഡം കൊടുക്കണം, ക്രിയേറ്റീവ് ഫ്രീഡം, പ്രൊഡ്യൂസേഴ്സ് എസ്പെഷ്യലി. സോ ലെറ്റ്സ് ഹോപ്പ് ദ ബെസ്റ്റ്. ഈ സിനിമ ഒരു സക്സസ് ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. മാമൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഈ സിനിമ പോയി കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മറച്ചിട്ടുകൊണ്ടുള്ള ഒരു സിനിമയാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.